വാർത്തയിലേക്ക് വിശദമായി. ശബരിമല വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറെന്ന് പന്തളം കൊട്ടാരം. പ്രശ്നം രമ്യമായി പരിഹരിക്കണമെന്നാണ് ആഗ്രഹമെന്ന് കൊട്ടാരം പ്രതിനിധി PG ശശികുമാരവർമ്മ പറഞ്ഞു. ഒരിക്കലും ഒരു ഗവൺമെന്റ് ചെയ്യാൻ പാടില്ല. ഇത് എന്തിനു വേണ്ടിയാണ് വെച്ചുകൊണ്ട് ആർക്കെന്തായ ഗുണം? ലിസ്റ്റ് വെറും ഒരു ബോഗസാക്കി ഉണ്ടായ സാധനമല്ലേ. അതും ആവശ്യമില്ലാതെ അടി മേടിക്കുകയായിരുന്നു. ഈ പണ്ട് പറഞ്ഞിട്ടുണ്ട് ആകാശത്തൂടെ പോകുന്ന അടി ഏണി വെച്ച് മേടിക്കുമെന്ന്. പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചു. ഇനി ഇത് ആവർത്തിച്ചാൽ നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ എല്ലാ പകിട്ടും നഷ്ടപ്പെട്ടു. അതിന്റെ പരിപാവനത എന്ന് പറയുന്നത് പരിപൂർണമായിട്ട് നഷ്ടപ്പെട്ടു പോകും. ഈ തീർത്ഥാടന കാലത്തുണ്ടായ സംഭവവികാസങ്ങൾ കോടതിയുടെ ഇടപെടൽ വരുന്നതിന് ശേഷം വളരെ സൗമ്യമായിട്ടും ഒരുപക്ഷെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ നേരിട്ട് ചർച്ച ചെയ്ത് ഒരു പുതിയ വഴി കണ്ടെത്താനുള്ള ഒരു അവസരം കൂടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അതുകൂടി വെച്ചുകൊണ്ട് തീർക്കുന്നതാകണമെന്നുള്ള പ്രാർത്ഥനയാണ് ഞങ്ങൾക്കൊക്കെ. വിശദാംശങ്ങളുമായി കിരൺ ബാബു ചേരുകയാണ്. കിരൺ, മണ്ഡലകാല തീർത്ഥാടനം അവസാനിച്ചിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ശബരിമല പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്ന നിലപാടുമായി പന്തളം രാജകുടുംബം തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിൽ ഒരു ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുക്കണമെന്ന നിലപാടാണോ ശശികുമാരവർമ്മ മുന്നോട്ട് വയ്ക്കുന്നത്? ദിവ്യ, അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. മുഖ്യമന്ത്രിയുടെ ഒരു മുൻകൈ ഇതിനകത്ത് ഉണ്ടാവണം എന്നുള്ള ഒരു നിർദ്ദേശം പോലെയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. സ്വാഭാവികമായും അല്ലാതെയുള്ള ഒരു ചർച്ചയിൽ നിന്ന് ഇന്ന് ഒരു സമവായത്തിലെത്താനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഇതിന് മുൻകൈ എടുക്കണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചെങ്കിലും ഉടൻ തന്നെ സർക്കാർ ഇതിനെ ഉടനൊരു ചർച്ചയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. സർക്കാരിനെ സംബന്ധിച്ച് മണ്ഡല മകരവിളക്ക് കാലം കഴിഞ്ഞു. ഈ മണ്ഡല മകരവിളക്ക് കാലത്തിനിടയിലോ അല്ലെങ്കിൽ അതിന് മുമ്പോ ആയിരുന്നു ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ചെങ്കിൽ സ്വാഭാവികമായും സർക്കാർ ഇതിനെ കുറെ കൂടി ഗൗരവമായി കണക്കിലെടുക്കുകയും ചർച്ചയ്ക്ക് തയ്യാറാവുകയും ചെയ്തതിന് ഈ മണ്ഡല മകരവിളക്ക് കാലത്ത് വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടും പോലീസ് നടപടി കൂടാതെ ഈ മണ്ഡല മകരവിളക്ക് കാലം പൂർത്തിയാക്കാൻ സർക്കാരിന് കഴിഞ്ഞു. അത് സർക്കാരിനെ സംബന്ധിച്ച് നേട്ടം തന്നെയാണ്. ഇനി കോടതിയാണ് തീരുമാനിക്കേണ്ടത്. സർക്കാർ ഈ വിഷയത്തിൽ നിലപാടും വളരെ വ്യക്തമാണ്. കോടതി എന്ത് തീരുമാനമെടുക്കുന്നോ ആ തീരുമാനം നടപ്പാക്കാൻ ബാധ്യസ്ഥമാണ് സർക്കാർ. ആ നിലപാടിൽ തന്നെയാണ് സർക്കാർ ഉറച്ചു നിൽക്കുന്നത്. ഏതെങ്കിലും ഒരു തീരുമാനം ഞങ്ങൾ സ്ത്രീകളെ ക്യൂവിലെ കയറ്റണമെന്നോ അല്ലെങ്കിൽ സർക്കാർ പോകുന്നില്ല. ക്യൂവിൽ എന്നുള്ള തീരുമാനമാണ് കോടതി പറഞ്ഞാൽ അത് നടപ്പാക്കും, കയറ്റണ്ട എന്ന് പറഞ്ഞാൽ അത് നടപ്പാക്കും എന്നുള്ളതാണ് സർക്കാർ നിലപാട്. അതുകൊണ്ട് തന്നെ ഇനി എന്തെങ്കിലും ഇവരുമായി ചർച്ച നടത്തി, കൊട്ടാരം പ്രതിനിധികളുമായി ചർച്ച നടത്തി ഏതെങ്കിലും ഒരു സമവായ തീരുമാനത്തിലേക്ക് എത്തേണ്ട ആവശ്യം സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോഴില്ല. അതുകൊണ്ട് തന്നെ ഉടൻ അത്തരം ഒരു ചർച്ചയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും പൂർണ്ണമായും കുറവാണ്. കിരൺ, ഇതോടൊപ്പം തന്നെ സർക്കാരിനെതിരെ വിമർശനവും പന്തളം രാജകുടുംബാംഗം ഉന്നയിച്ചിട്ടുണ്ട്. 51 സ്ത്രീകൾ കയറി എന്നതിൽ ഒരു കൃത്രിമമായ ഒരു ലിസ്റ്റ് നൽകി കോടതിയിൽ നിന്ന് തന്നെ സർക്കാർ അടി വാങ്ങിക്കുകയായിരുന്നു എന്നൊരു വിമർശനമാണ്. ഇന്നലെ കടകംപള്ളി സുരേന്ദ്രനായാലും 100 കോടിയോളം രൂപയുടെ വരുമാന കുറവ് ശബരിമലയിൽ ഉണ്ടായി എന്ന പൊതുവെയുള്ള ഒരു വിലയിരുത്തലുണ്ട്. ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ കുറവുണ്ട്. ഇതിനെല്ലാം സർക്കാരിന്റെ ഒരു നിലപാടും കാരണമായി എന്ന പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ പന്തളം രാജകുടുംബാംഗത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ടോ? സ്വാഭാവികമായും സർക്കാരും പന്തളം രാജകുടുംബാംഗങ്ങളും രണ്ട് ധ്രുവത്തിലാണ് നിൽക്കുന്നത്. രണ്ടുപേരും ഒരു നിലപാട്, ഏതെങ്കിലും ഒരു നിലപാടിൽ യോജിക്കുന്ന ഒരവസ്ഥ ഇപ്പോഴില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ശബരിമലയിലുണ്ടായ എല്ലാ വീഴ്ചയുടെയും ഉത്തരവാദിത്വം സർക്കാരിനാണ് എന്ന് തന്നെയാവും അവർ പ്രധാനമായും പറയുക. ഈ ശബരിമലയെ സംബന്ധിച്ചുണ്ടായത് കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് കാലത്തെ സംബന്ധിച്ച് ഈ വർഷവുമായി കണക്കാക്കുമ്പോൾ 100 കോടി രൂപയുടെ വരുമാന നഷ്ടമാണ് ഉണ്ടായത്. ആകെ ഇവിടെ എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ ഏകദേശം 50 ലക്ഷം പേരുടെ കുറവാണ് ഉണ്ടായത്. കഴിഞ്ഞ സീസണിൽ 1 കോടിയോളം പേർ എത്തിയിരുന്നു എന്നാണ് കണക്ക്. കഴിഞ്ഞ വർഷത്തെ കണക്ക് കൃത്യമായ ഒരു കണക്കല്ല. ഈ വർഷം കണക്കെടുത്തതുപോലെ ആ തരത്തിലേക്ക് ഒരു കൃത്യമായ ഒരു കണക്ക് കഴിഞ്ഞ വർഷം എടുത്തിരുന്നില്ല. എങ്കിലും ഏകദേശം കണക്കാക്കുന്നത് 1 കോടിയോളം പേർ എത്തിയെന്നാണ്. ഈ വർഷം 51 ലക്ഷം പേർ എത്തിയെന്നാണ് ഒരു ഏകദേശം കണക്കുള്ളത്. കൃത്യമായ കണക്ക് ഇന്നോ നാളെയോ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഏകദേശം പകുതി ഭക്തരാണ് കുറഞ്ഞത്. ഈ ഭക്തർ കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവിടെ ശബരിമലയിലെ സംഘർഷമാണ് പ്രധാനമായും ഈ കുറയാനുള്ള പ്രധാനമായ ഒരു കാരണമായി നിന്നത്. ഒരു സംഘർഷ മേഖലയിലേക്ക്, ഒരു ഭക്തിയുമായി ബന്ധപ്പെട്ട ഒരു ആരാധനാ കേന്ദ്രമാണ്. അത്തരം ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ സംഘർഷ മേഖലയിലേക്ക് വരാൻ പലരും മടിക്കും. ഇതുമായി ബന്ധപ്പെട്ട് ഒന്നിലേറെ തവണ ഇവിടെ ഹർത്താലുകളും ബന്ധുവിന്റെ സമാനമായ ഹർത്താലുകൾ നടന്നു. ഇതെല്ലാം ശബരിമലയിലേക്ക് വരുന്ന ഭക്തരുടെ എണ്ണത്തിൽ കുറവുണ്ടാക്കിയിട്ടുണ്ട്. പല പല കാരണങ്ങൾ, ഭക്തർക്കും അവരുടേതായ കാരണങ്ങൾ ഉണ്ടാവാം. എന്തായാലും ആകെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ളതും അതോടൊപ്പം തന്നെ ശബരിമലയിലെ ആകെ വരുമാനത്തിൽ 100 കോടിയുടെ കുറവുണ്ടായിട്ടുള്ളതും യാഥാർത്ഥ്യമാണ്. ഇത് എങ്ങനെ ഉണ്ടായി എന്നതിനെ സംബന്ധിച്ച് ചർച്ചകൾ സ്വാഭാവികമായി അല്ലെങ്കിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇരുഭാഗത്തു നിന്നും വരും ദിവസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിന് കഴിഞ്ഞ ദിവസം തന്നെ ദേവസ്വം മന്ത്രിയുടെ പ്രതികരണവും അതോടൊപ്പം തന്നെ മറുഭാഗത്തു നിന്ന് BJPയുടെ പ്രതികരണവും ഇത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ശരി, കിരൺ ബാബുവാണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. അതേസമയം ശബരിമല വിഷയത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ BJP നടത്തിവന്ന അനിശ്ചിതകാല നിരാഹാര സമരം രാവിലെ 10:30 അവസാനിപ്പിക്കും. നിലവിൽ നിരാഹാരമിരിക്കുന്ന BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസാണ്
സമരം അവസാനിപ്പിക്കുന്നത്. ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിലുള്ള അയ്യപ്പ ഭക്തസംഗമം ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് അമൃതാനന്ദമയി ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങളുമായി വി വിനോദ് ചേരുകയാണ്. വിനോദ്, 48 ദിവസത്തോളമായി നടക്കുന്ന BJPയുടെ നിരാഹാര സമരമാണ്. പൊതുവെ ഈയൊരു സമരം ഫലം കണ്ടില്ല, കാര്യമായ ഫലപ്രാപ്തിയിൽ എത്തിയില്ല എന്ന പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ പാർട്ടി അണികളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ടോ? ദിവ്യ, യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി വന്നത് മുതൽ തന്നെ BJP സമരരംഗത്തുണ്ട്. ഏതായാലും വിവിധ സമരമാർഗങ്ങളാണ് അവർ ആദ്യം മുതൽ തന്നെ സ്വീകരിച്ചത്. BJP നേരിട്ടല്ലാതെ ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ നേരത്തെ നടന്നിരുന്നു. ഇതിന് കൃത്യമായ പിന്തുണ BJP നൽകിയിരുന്നു. അതിനുശേഷം നടന്ന വിവിധ നാമജപ പ്രാർത്ഥന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും BJP പിന്തുണ നൽകിയിരുന്നു. ഇപ്പോൾ PK കൃഷ്ണദാസ് മാധ്യമങ്ങളെ കാണുകയാണ്. അടുത്ത ഘട്ടം എന്താണെന്ന് സ്വാഭാവികമായും കർമ്മസമിതി നേതാക്കന്മാർ സ്വാഭാവികമായിട്ടും അത് ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഭാരതീയ ജനതാ പാർട്ടി ഈ സമരം ഇവിടെ അവസാനിപ്പിക്കാൻ തയ്യാറാകുന്നില്ല. ഇന്ന് 5ാം ഘട്ട സമരത്തിന്റെ സാങ്കേതികമായ പരിസമാപ്തിയാണ് ഇന്നിവിടെ കുറിക്കുന്നത്. 6ാം ഘട്ട സമരത്തിന്റെ ആരംഭം ഉടൻ തന്നെ ഉണ്ടാകും എന്ന കാര്യം സംശയമില്ല. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയും LDFനെ കൊണ്ടും, മാർക്സിസ്റ്റ് പാർട്ടിയെ കൊണ്ട് LDFനെ കൊണ്ട്, LDF സർക്കാരിനെ കൊണ്ട്, മുഖ്യമന്ത്രിയെ കൊണ്ട് അടിയറവ് പറയിപ്പിക്കുന്നത് വരെ ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തുകൊണ്ടാണ് ഇന്നലെ സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള ഈ സമരം 100% ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിച്ചില്ല എന്ന് പറയുകയുണ്ടായി? അല്ലല്ല, അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞത് ഈ സ്വാഭാവികമായി ഈ സമരത്തിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ, ഒന്ന് നിരോധനാജ്ഞ പിൻവലിക്കുക, അത് പിൻവലിച്ചു കഴിഞ്ഞു. അന്ന് പ്രഖ്യാപിക്കുന്ന സമയത്ത് സുരേന്ദ്രൻ ജയിലിനകത്തായിരുന്നു, BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. അദ്ദേഹത്തെ സർക്കാരല്ല വിട്ടയച്ചതെങ്കിൽ കോടതി വിട്ടയച്ചിരിക്കുന്നു. പിന്നീട് അതിനുശേഷം ഞങ്ങൾ പറഞ്ഞത് അയ്യപ്പ വേട്ട അവസാനിപ്പിക്കണം, അതേപോലെ തന്നെ ഈ ശബരിമല സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കലും അയ്യപ്പന്മാരുടെ പ്രാഥമിക ആവശ്യങ്ങൾ ഒരുക്കണം. ഇത്തരം ആവശ്യങ്ങളാണ്. ഇതിനപ്പുറത്ത് ഞങ്ങൾക്ക് മറ്റൊരു ലക്ഷ്യമുണ്ടായിരുന്നു. അതായത് ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും നമ്മുടെ ധാർമ്മികത മുഴുവൻ തകർത്ത്, ശബരിമലയെ തകർത്ത് എല്ലാം നിലംപരിശാക്കാനുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെയും LDFന്റെയും അവരുടെ സർക്കാരിൻ്റെയും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും നിലപാടുകൾ ലോകസമക്ഷം കൊണ്ടുവരാൻ, ലോക ജനതയ്ക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതുവഴി സമൂഹത്തിൽ വിശ്വാസികളുടെ ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികളൊരു പക്ഷം, രാഹുൽ ഗാന്ധിയും അതേപോലെ പിണറായി വിജയനും നേതൃത്വം നൽകുന്ന അവിശ്വാസികളുടെ, അരാജകത്വവാദികളുടെ ഒരു ന്യൂനപക്ഷ വിഭാഗം, ഇങ്ങനെ 2 ചേരിയായി മാറിയിരിക്കുന്നു. ഈ 2 ചേരികൾ തമ്മിലുള്ള പോരാട്ടമാണ് ഇന്ന് നമ്മുടെ കേരളത്തിലും ഭാരതത്തിലും എല്ലാ സ്ഥലത്തും നടക്കുന്നത്. ഇത്തരമൊരു ചേരിതിരിവ് സൃഷ്ടിക്കാൻ സാധിച്ചു എന്നുള്ളത് ഈ സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയമാണ്. ആ അർത്ഥത്തിൽ നോക്കുന്ന സമയത്ത് സമരം പൂർണ്ണ വിജയമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മകരവിളക്ക് കഴിഞ്ഞ അവസരത്തിലാണ് സർക്കാർ നിരോധനാജ്ഞ പിൻവലിച്ചത്. അതുകൊണ്ട് തന്നെ നിരാഹാര സമരം പോലുള്ള സമരമാർഗം ഇടതു സർക്കാരിന് മുന്നിൽ നടത്തിയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാകുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും ആസുരിക ശക്തിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സാമാന്യ മര്യാദയോ ജനാധിപത്യ മര്യാദയോ ധാർമ്മികമായ നീതിയോ ഞങ്ങൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഇതാണ് ആസുരിക ശക്തിയാണ് ഇവർ. ശബരിമലയെ തകർക്കാൻ ശ്രമിക്കുന്നവർ, തീർത്ഥാടനത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവർ, അതുവഴി കേരളത്തിലെ മുഴുവൻ ആരാധനാലയങ്ങളെയും വിശ്വാസങ്ങളെയും അനുഷ്ഠാനങ്ങളെയും തകർക്കാൻ ശ്രമിക്കുന്ന ഈ ആസുരിക ശക്തികളെ ഞങ്ങൾ ജനമധ്യത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു. ഇതിൻ്റെ യഥാർത്ഥ വിജയം ഇനി 2019 2021 അതിൻ്റെ നമുക്ക് കണ്ടറിയാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശബരിമലയിൽ നമ്മുടെ അവിടെ ശുദ്ധി കലശം നടന്നു. അതായത് ദൈവഹിതത്തിനെതിരായ പ്രവർത്തനം അവിടെ നടന്നതുകൊണ്ടാണ് അവിടെ ദൈവഹിതത്തിന് അനുസൃതമായിട്ട് ശുദ്ധി കലശം നടന്നത്. ഞങ്ങൾ മനസ്സിലാക്കും ജനഹിതത്തിനെതിരായിട്ടാണ് ഈ പിണറായി വിജയനും അവരുടെ സർക്കാരും CPM പ്രവർത്തിച്ചത്. ഇവിടെ ഒരു ശുദ്ധി കലശം ആവശ്യമാണ്. അത് ജനഹിതത്തിനെതിരായി പ്രവർത്തിച്ചത് കൊണ്ട് മറ്റൊരു ശുദ്ധി കലശം നടക്കാൻ വേണ്ടി പോവുകയാണ്. അതോടുകൂടിയാണ് ഈ സമരത്തിന്റെ പരിസമാപ്തി, വിജയകരമായ പരിസമാപ്തി ഉണ്ടാവുക. 51 പേരുടെ പട്ടിക സർക്കാർ കൊടുത്തപ്പോൾ അതിനകത്ത് ഒത്തിരി പേർ 50-ന് മുകളിൽ പ്രായമുള്ളവരാണെന്ന് കണ്ടെത്തി. പക്ഷേ 5-ലധികം പേർ അല്ലെങ്കിൽ കുറച്ചധികം യുവതികളും ഉണ്ടെന്നുള്ളത് ഇതിനോട് ഈ വസ്തുതയും ബോധ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ
ഈ ചെറുത്തുനിൽപ്പ് എത്രത്തോളം ഫലവത്തായി എന്ന് കരുതുന്നു? ചെറുത്തുനിൽപ്പ് 100% ഫലവത്താണ്. കാരണം സാധാരണ രീതിയിൽ ആചാര ലംഘനം നടത്താൻ മാർക്സിസ്റ്റ് പാർട്ടിക്കോ LDF സർക്കാരിനോ മുഖ്യമന്ത്രിക്കോ അവരുടെ ആഭ്യന്തര വകുപ്പിനോ സാധിച്ചിട്ടില്ല. കേവലം 2 പേരെ കയറ്റിയത് ഈ ഇരുട്ടിൻ്റെ മറവിലാണ്. മാത്രമല്ല, ഈ സുപ്രീം കോടതി വിധി നടപ്പാക്കാനാണെന്ന പേരിലാണ് ഈ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരെ വേട്ടയാടിയത്, ജയിലിലടച്ചത്, തല്ലിച്ചതച്ചത്. പക്ഷെ അതേ സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചു. പച്ചക്കള്ളമാണ് സത്യവാങ്മൂലത്തിലൂടെ സുപ്രീം കോടതി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് സുപ്രീം കോടതിയുടെ കനത്ത പ്രഹരമാണ് നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരമിരിക്കുന്ന PK കൃഷ്ണദാസ് ആണ് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത്. വിനോദ് ടെലിഫോൺ ലൈനിലുണ്ടെന്ന് കരുതുകയാണ്. വിനോദ്, കേൾക്കാമെങ്കിൽ PK കൃഷ്ണദാസിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ ആ ഒരു അതൃപ്തി പ്രകടമാണ്. കാരണം ഈ സമരത്തിലൂടെ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളൊന്നും ഫലം കണ്ടില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. വെറും ഒരു ചെറുത്തുനിൽപ്പ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇവിടെ കൊണ്ട് തീരുന്നില്ല, ഇനി അങ്ങോട്ടുള്ള സമരപരിപാടികൾ ഏത് രീതിയിലായിരിക്കും എന്നതിനെക്കുറിച്ച് അദ്ദേഹം സൂചന നൽകുന്നുണ്ടോ? തീർച്ചയായും 6ാം ഘട്ട സമരപരിപാടിയിലേക്ക് നീങ്ങാൻ തന്നെയാണ് BJPയുടെ തീരുമാനം. സമരം ഇവിടെ അവസാനിക്കുന്നില്ല എന്ന് തന്നെയാണ് PK കൃഷ്ണദാസും BJP നേതൃത്വവും ഇപ്പോൾ വ്യക്തമാക്കുന്നത്. PK കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ളവരാണ് ഇവിടെ നിരാഹാര സമരം അനുഷ്ഠിച്ചത്. ഇന്ന് 49ാം ദിവസത്തിലേക്ക് ഈ സമരം കടന്നിരിക്കുന്നു. ഇന്ന് സമരം അവസാനിപ്പിക്കാനാണ് തീരുമാനം. അതേസമയം അയ്യപ്പ ഭക്തജന മഹാസംഗമം ഇന്ന് പുത്തരിക്കണ്ടം മൈതാനിയിൽ സംഘടിപ്പിക്കുന്നുണ്ട്. ഏതാണ്ട് 2 ലക്ഷത്തോളം പേർ അതിൽ പങ്കെടുക്കും. മാതാ അമൃതാനന്ദമയി ആണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ഇത്തരത്തിൽ പരമാവധി ഹിന്ദു സമൂഹത്തിൻ്റെ പ്രതീകങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നവരെ ഉൾക്കൊള്ളിച്ച് ഈ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് BJP തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ MD രമേശ് ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ ഈ സമരപന്തലിലേക്ക് എത്തുന്നുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ശബരിമല യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട വിധി വന്നത് മുതൽ BJPയുടെ കൃത്യമായ സമര പരിപാടികളുണ്ട്, സമരമുണ്ട്. പമ്പയിലും നിലയ്ക്കലും ഉൾപ്പെടെ നടന്ന സമരപരിപാടികൾ, അവിടെ ഉണ്ടായ സംഭവങ്ങൾ ശബരിമല കർമ്മസമിതിയുടെ പേരിലായിരുന്നു സമരം നടന്നിരുന്നതെങ്കിൽ കൂടി BJPയുടെ പൂർണ്ണമായ പിന്തുണ ഈ സമരപരിപാടികൾക്കെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും BJPയുടെ സമരം സംബന്ധിച്ച് നേരത്തെ വലിയ വിമർശനങ്ങൾ ഉയർന്നു. ഇവിടെ സമരത്തിന് എത്താൻ പോലും ആളുകളില്ല, പ്രധാനപ്പെട്ട നേതാക്കളില്ല എന്ന തരത്തിൽ CPMന്റെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ഏതായാലും ഇത്തരം ആരോപണങ്ങളും ആക്ഷേപങ്ങളും നിലനിൽക്കെ തന്നെയാണ് BJP സമരവുമായി മുന്നോട്ട് പോയത്. ഏതായാലും ഇപ്പോൾ ഈ സമരം അവസാനിപ്പിക്കുമ്പോൾ യുവതീ പ്രവേശവുമായി എടുത്ത ചെറുത്തുനിൽപ്പുകൾ എത്ര കണ്ട് വിജയം കണ്ടു എന്നതിലും സംശയം. ശബരിമല വിഷയത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ BJP നടത്തിവന്ന അനിശ്ചിതകാല നിരാഹാര സമരം അല്പസമയത്തിനുള്ളിൽ അവസാനിപ്പിക്കും. മുതിർന്ന നേതാക്കളെല്ലാം തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിലുള്ള അയ്യപ്പ ഭക്ത സംഗമവും ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് നടക്കുകയാണ്. വിശദാംശങ്ങളാണ് VV വിനോദ് നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. സംഘർഷത്തെ തുടർന്ന് അടച്ചുപൂട്ടിയ തൃശൂർ മാന്നാമംഗലം സെന്റ് മേരീസ് പള്ളിക്ക് മുന്നിൽ യാക്കോബായ വിഭാഗം വിശ്വാസികൾ പ്രാർത്ഥന നടത്തി. ഫാദർ ബേസിൽ റോയ് എറാടിക്കുന്നേലിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രാർത്ഥന. വിശദാംശങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുകയാണ്. സുവി, ഇന്നലെയായിരുന്നു ജില്ലാ കളക്ടറുടെ മധ്യസ്ഥതയിൽ ചർച്ച നടത്തുന്നു. ഇതിനെ തുടർന്ന് ഇരുവിഭാഗങ്ങളും ചില ഒത്തുതീർപ്പുകളിൽ എത്തുന്ന ഒരു സ്ഥിതിയുണ്ടായിരുന്നു. ഇന്നലെ തന്നെ കളക്ടർ നിർദ്ദേശം നൽകിയതാണ് ഇന്ന് യാക്കോബായ വിഭാഗത്തിന് കുർബാന നടത്താൻ, പ്രാർത്ഥന നടത്താനുള്ള അനുമതി ഉണ്ടാകില്ല എന്ന് ഇന്നലെ കളക്ടർ അറിയിച്ചതായിരുന്നു. ഈ ഒരു നിർദ്ദേശം കൂടി അവഗണിച്ചല്ലേ ഇന്ന് യാക്കോബായ വിഭാഗക്കാർ അവിടെ എത്തി പ്രാർത്ഥന നടത്തിയതും? ഇത് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു സംഘർഷത്തിലേക്കോ പ്രതിഷേധത്തിലേക്കോ നീങ്ങിയിരുന്നു? ദിവ്യ, അത്തരത്തിൽ ഒരു സംഘർഷത്തിലേക്കോ ഒന്നുമല്ല കാര്യങ്ങൾ ഉണ്ടായത്. ഇന്ന് രാവിലെ സംഘർഷത്തെ തുടർന്ന് താൽക്കാലികമായി പള്ളി അടച്ചുപൂട്ടിയ സാഹചര്യത്തിൽ തൃശൂർ യാക്കോബായ വിഭാഗത്തിന് പ്രാർത്ഥനയ്ക്ക് മറ്റൊരു ഇടം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സെന്റ് മേരീസ് പള്ളിക്ക് മുന്നിലെ റോഡിൽ കുത്തിയിരുന്നു കൊണ്ടാണ് ഇവർ ഇന്ന് പ്രാർത്ഥന നടത്തിയിരിക്കുന്നത്. പള്ളിക്കകത്ത് പ്രാർത്ഥന ഇന്ന് ഒരു ദിവസത്തേക്ക് പള്ളിക്കകത്ത് പ്രാർത്ഥന അനുവദിക്കണം എന്ന് യാക്കോബായ വിഭാഗം വിശ്വാസികൾ കളക്ടറോട് ചർച്ചയിൽ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും കളക്ടർ തള്ളുകയായിരുന്നു. ഇരുവിഭാഗങ്ങളും സംഘർഷമുണ്ടായ സാഹചര്യത്തിൽ ഇരുവിഭാഗങ്ങളും പള്ളിയിൽ നിന്ന് മാറി നിൽക്കട്ടെ എന്നായിരുന്നു കളക്ടറുടെ നിർദ്ദേശം. ഈ ഒരു സാഹചര്യത്തിലാണ് എന്നായിരുന്നു കളക്ടറുടെ കർശനമായ നിർദ്ദേശം. ഈ സാഹചര്യത്തിലാണ് മറ്റ് ഗത്യന്തരമില്ലാതെ ഇന്ന് റോഡിൽ കുർബാന അർപ്പിച്ചിരിക്കുന്നത്. ഫാദർ ബേസിൽ റോയ് ഏറാടിക്കുന്നിലിന്റെ നേതൃത്വത്തിലായിരുന്നു കുർബാന നടത്തിയത്. കനത്ത പോലീസ് സുരക്ഷയും ഏർപ്പെടുത്തിയിരുന്നു. സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ ഏതാണ്ട് 500-ലധികം പേർ ഇന്ന് നടന്ന കുർബാനയിൽ പങ്കെടുത്തു. ഏതാണ്ട് 2000-ഓളം വിശ്വാസികളാണ് ഈ
ഇടവക പള്ളിയിൽ യാക്കോബായ വിഭാഗത്തിന്റേതായി ഈ ഇടവക പള്ളിയിൽ ഉള്ളത്. ഇതിൽ 500ഓളം ആളുകൾ പങ്കെടുത്തു. 250ഓളം സ്ത്രീകൾ, ഒപ്പം തന്നെ കുട്ടികളും മറ്റും ഉണ്ടായിരുന്നു. പല നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പല വിശ്വാസികളും റോഡിൽ കുർബാന അർപ്പിക്കുന്നതിനാൽ തന്നെയും വിതുമ്പുകയും കരയുകയും ചെയ്യുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിച്ചു. എന്തായാലും 1 മണിക്കൂറോളം പ്രാർത്ഥന നീണ്ടു. അതിനുശേഷം ഇപ്പോൾ പ്രാർത്ഥന അവസാനിച്ചു. വിശ്വാസികളെല്ലാം പിരിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ്. കനത്ത സുരക്ഷാ സംവിധാനമാണ് ഇതിന്റെ ഭാഗമായി ഈ പള്ളിയിൽ ഒരുക്കിയിരുന്നത്. ഇന്ന് വൈകുന്നേരം തൃശൂർ വളരെ വികാര നിർഭരമായി കരഞ്ഞുകൊണ്ടാണ് വിശ്വാസികൾ പ്രാർത്ഥന നടത്തുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. സംഘർഷത്തെ തുടർന്ന് അടച്ചുപൂട്ടിയ തൃശൂർ മാന്നാമംഗലം സെന്റ് മേരീസ് പള്ളിക്ക് മുന്നിലാണ് യാക്കോബായ വിഭാഗം വിശ്വാസികൾ ഇന്ന് പ്രാർത്ഥന നടത്തിയത്. വിശദാംശങ്ങളാണ് സുവി വിശ്വനാഥ് നൽകിയത്. മറ്റു വാർത്തയിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. വാർത്തയിലേക്ക് വീണ്ടും വെള്ളമൂറ്റാൻ കൊക്കോകോള. പ്ലാച്ചിമടയിൽ പുതിയ സംരംഭം തുടങ്ങാനൊരുങ്ങി കൊക്കോകോള. നിലവിലെ പ്ലാന്റ് സർക്കാർ അടച്ചുപൂട്ടി വർഷങ്ങളായെങ്കിലും പുതിയ ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം തുടങ്ങാനുള്ള നീക്കമാണ് കമ്പനി നടത്തുന്നത്. പ്ലാച്ചിമടയിലെ പുതിയ പദ്ധതിയെക്കുറിച്ച് ഒരറിയിപ്പും കിട്ടിയിട്ടില്ലെന്ന് പെരുമാട്ടി പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. വീണ്ടും ജലചൂഷണത്തിനാണ് നീക്കമെങ്കിൽ അനുവദിക്കില്ലെന്ന് പരിസ്ഥിതി പ്രവർത്തകരും പറഞ്ഞു. 2004 അടച്ചുപൂട്ടിയ പ്ലാച്ചിമടയിലെ കൊക്കോകോള പ്ലാന്റും സ്ഥലവും കഴിഞ്ഞ 15 വർഷമായി കാടുപിടിച്ച് കിടക്കുകയായിരുന്നു. പുതിയ സംരംഭം തുടങ്ങാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് 34 ഏക്കർ വരുന്ന ഫാക്ടറി പ്രദേശം അധികൃതർ വെട്ടിത്തെളിച്ച് വൃത്തിയാക്കിയത്. മുൻപ് പഴച്ചാർ സംസ്കരണ കേന്ദ്രം തുടങ്ങാൻ നീക്കമുണ്ടായിരുന്നുവെങ്കിലും പ്രതിഷേധം ഉയർന്നതോടെ കമ്പനി പിൻവാങ്ങുകയായിരുന്നു. എന്നാൽ വീണ്ടും പുതിയ സംരംഭം തുടങ്ങാനുള്ള നീക്കത്തിലാണ് കമ്പനി. ഭക്ഷ്യസംസ്കരണ കേന്ദ്രം ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് അനുമതി കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. അതിന്റെ ഭാഗമായാണ് ഭൂമി നിരപ്പാക്കുന്നതുൾപ്പെടെയുള്ള പ്രവൃത്തികൾ ഇവിടെ പൂർത്തിയാക്കിയിട്ടുള്ളത്. എന്നാൽ നിലവിൽ അനുമതിക്കായി കമ്പനി സമീപിച്ചിട്ടില്ലെന്ന് പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറയുന്നു. വീണ്ടും ജലചൂഷണത്തിനാണ് നീക്കമെങ്കിൽ തടയുമെന്ന് പരിസ്ഥിതി പ്രവർത്തകരും വ്യക്തമാക്കി. ഇത് അവിടെ ഒരു പുതിയ പദ്ധതിക്കുള്ള നീക്കമാണ് നടക്കാൻ കഴിയുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ പദ്ധതിയെ സംബന്ധിച്ച് അതിന്റെ വിശദാംശങ്ങളോ ഏത് തരത്തിലുള്ള പ്രൊജക്റ്റാണ് എന്നത് സംബന്ധിച്ച് വ്യക്തത ഇനിയും കൈവന്നിട്ടില്ല. പുതിയ പ്രൊജക്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു പ്രൊജക്റ്റാണെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുകയും മറിച്ച് കൊക്കക്കോളയെ പോലെ ജലചൂഷണം നടത്തി ഈ പ്രദേശമാകെ മലിനീകരിക്കുന്ന ഒരു പദ്ധതിക്കാണ് പുതുതായി നീക്കം നടത്തുന്നത് എങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭത്തിന് തുടർ ദിവസങ്ങളിൽ നേതൃത്വം നൽകാൻ ഞങ്ങൾ നിർബന്ധിതരാകും. പ്ലാച്ചിമടയിൽ കൊക്കോകോള ഉൽപാദനം നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ നിലവിലെ സ്ഥലത്ത് നിരവധി പദ്ധതികൾ പ്ലാച്ചിമടയിലേക്ക് ആലോചിക്കുന്നുണ്ടെന്നും അന്തിമ തീരുമാനമായിട്ടില്ലെന്നും കമ്പനി അധികൃതർ വ്യക്തമാക്കി. എന്നാൽ പ്ലാച്ചിമടയിൽ കമ്പനി നടത്തുന്ന പുതിയ നീക്കത്തെ ആശങ്കയോടെയാണ് പ്രദേശവാസികൾ കാണുന്നത്. ന്യൂസ് 18 പാലക്കാട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുകയാണ്. പ്രസാദ്, ലോക ശ്രദ്ധ തന്നെ പിടിച്ചു പറ്റിയ ഒരു സമരമായിരുന്നു പ്ലാച്ചിമട സമരം എന്നുള്ളത്. വൻ ജനപ്രക്ഷോഭത്തെ തുടർന്ന് പിൻവാങ്ങേണ്ടി വന്ന കോർപ്പറേറ്റ് ഭീമൻ അവരുടെ ഭൂമി ഇപ്പോഴും അവിടെ തരിശായി കിടക്കുകയാണ്. കാട് പിടിച്ചു കയറി കിടന്ന സ്ഥലം ഇപ്പോൾ വൃത്തിയാക്കിയിരിക്കുന്നു. മറ്റൊരു പുതിയ പദ്ധതിയുമായി അവർ രംഗത്തെത്തുന്നു എന്നുള്ള വിവരങ്ങൾ. ഇത് ഏത് രീതിയിലുള്ള പ്ലാന്റ് ആണ് എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ദിവ്യ, ഏത് തരത്തിലുള്ള പ്രൊജക്ടാണ് അവിടെ നടപ്പിലാക്കുന്നതെന്ന് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളൊന്നും തന്നെ കമ്പനി അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല. മുമ്പ് ഇവിടെ, അതായത് ഈ കൊക്കക്കോള പ്ലാന്റ് പൊട്ടതിന് ശേഷം അവിടെ മാമ്പഴ ജ്യൂസ് ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു പ്രൊജക്ടുമായി ഇവർ മുന്നോട്ട് വന്നിരുന്നു. ഇത് വലിയ തോതിലുള്ള പ്രതിഷേധത്തിന് കാരണമായിരുന്നു. മുതലമടയിൽ നിന്നും ഉള്ള മാങ്ങകൾ സംഭരിച്ച് ശേഖരിച്ചുകൊണ്ട് തന്നെ ഇവിടെ അത്തരത്തിൽ ഒരു ജ്യൂസ് ഫാക്ടറി തുടങ്ങുക എന്നതായിരുന്നു തുടക്കത്തിൽ അവർ ആലോചിച്ചിരുന്നത്. പക്ഷേ അതിനും കൂടുതൽ ജലം ഉപയോഗം ആവശ്യമാണ് എന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ പ്രദേശവാസികൾ തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും പുതിയൊരു പ്രൊജക്ട് തുടങ്ങുന്നതിനുള്ള നീക്കമാണ് ഇപ്പോൾ കമ്പനിയുടെ ഭാഗത്തുനിന്ന് അവർ നീക്കം നടത്തുന്നത്. നമ്മൾ ഈ കമ്പനി അധികൃതരുമായി സംസാരിച്ചിരുന്നു, ഇവിടുത്തെ കേരളത്തിലെ ചുമതലയുള്ള ആളുകളുമായി സംസാരിച്ചിരുന്നു. പക്ഷെ അവർ പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന പ്രൊജക്ട് ഉൾപ്പെടെ അവരുടെ പരിഗണനയിലുണ്ട്. പക്ഷെ അതിന്റെ എല്ലാം തന്നെ ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. ഏത് തരത്തിലാണ് ഈ പ്രൊജക്ട് ഇനി മുന്നോട്ട് വരേണ്ടത് എന്നതിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നതാണ് അവർ വ്യക്തമാക്കുന്നത്. പക്ഷേ അവരൊരു പരസ്യ പ്രതികരണത്തിനൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തയ്യാറല്ല. അതിന്റെ തുടക്കം, അതിന്റെ ഒരു മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കൂടിയാണ് നിലവിൽ ഇപ്പോൾ ഈ കാട് പിടിച്ച് കിടക്കുന്ന ഈ കൊക്കക്കോളയുടെ ഈ ഫാക്ടറി 34 ഏക്കർ സ്ഥലവും എല്ലാം തന്നെ ഇപ്പോൾ വൃത്തിയാക്കിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ വിശദമായ പദ്ധതി രേഖയെല്ലാം തന്നെ തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കേണ്ടതുണ്ട്. അതിന്റെ ഘട്ടങ്ങളിലേക്ക്
കടക്കുന്നതേയുള്ളൂ. പക്ഷേ ഒരു പുതിയ പ്രൊജക്ട് ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം ഉൾപ്പെടെയുള്ള ഒരു പുതിയ പ്രൊജക്ട് തുടങ്ങുന്നതിനെ കുറിച്ചുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ. ശരി, പ്രസാദിലേക്ക് എത്താം. ഇപ്പോൾ പ്ലാച്ചിമട സമരസമിതി അംഗം KV ബിജു ചേരുന്നുണ്ട്. ബിജു, കമ്പനിയുടെ സ്ഥലം ഇപ്പോൾ വെട്ടി വൃത്തിയാക്കിയിരിക്കുകയാണ്. പുതിയ പ്ലാന്റ് തുടങ്ങാൻ പുതിയ പ്രൊജക്ടുമായി അവർ മുന്നോട്ട് വരികയാണ്. അത് ഏത് തരത്തിലുള്ള പ്ലാന്റ് ആണ് എന്നതിനെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഒരു ഭക്ഷ്യ സംസ്കരണ പ്ലാന്റ് ആണ് എന്ന തരത്തിലുള്ള സൂചനകളും ലഭ്യമാകുന്നുണ്ട്. അത് എന്തോ ആയിക്കോട്ടെ, വീണ്ടും ഒരിക്കൽ ജല ദുർവിനിയോഗം കാരണം നിങ്ങളുടെ പ്രക്ഷോഭത്തെ തുടർന്ന് അവിടെ നിന്ന് പിൻവലിഞ്ഞുപോയ കമ്പനി വീണ്ടും രംഗത്തെത്തുമ്പോൾ നിങ്ങൾക്കുള്ള ആശങ്കകൾ ഏത് രീതിയിലാണ്? കമ്പനി സുപ്രീം കോടതിയിലെ കേസിൽ പറഞ്ഞത് വി ഡോസ് നോട്ട് വാണ്ട് ടു ഓപ്പറേറ്റ് ദ പ്ലാന്റ് എന്നാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് തന്നെ കൊക്കക്കോള കമ്പനിയുടെ പേരിൽ കൊക്കക്കോളയുടെ ഉൽപ്പാദനം അവർക്ക് അവിടെ തുടങ്ങാൻ കഴിയില്ല എന്നാണ് നിയമപരമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ ഉപദേശം. ഇനി ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും തരത്തിലുള്ള കൊക്കക്കോളയായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും അവിടെ ഉൽപ്പാദനമോ വെള്ളം എടുത്തിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രവർത്തനങ്ങളോ അവിടെ നടന്നു കഴിഞ്ഞാൽ അതിനെ ഞങ്ങൾ വളരെ ശക്തമായിട്ട് എതിർക്കും. ഞങ്ങൾ അടുത്ത 24-ാം തീയതി ഇതുമായിട്ട് ബന്ധപ്പെട്ട സമരസമിതിയുടെയും ഐക്യദാർഢ്യ സമിതിയുടെയും യോഗം വെച്ചിട്ടുണ്ട്. ഈ യോഗത്തിൽ ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കും. പിന്നെ ഞങ്ങൾ എല്ലാ അധികൃതരുമായിട്ട് അന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതേവരെ അധികൃതർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോജക്റ്റുകളോ അതുപോലെ തന്നെ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല എന്നാണ് അറിഞ്ഞത്. സർക്കാരിനോട് ഞങ്ങൾക്കുള്ള ഒരു വ്യക്തമാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പ്ലാച്ചിമടയിലെ നഷ്ടം സംഭവിച്ച ആളുകൾക്ക് നഷ്ടം കിട്ടാതെ യാതൊരു തരത്തിലുള്ള ഒരു പ്രവർത്തനവും അവിടെ തുടങ്ങാനായിട്ട് പ്ലാച്ചിമട സമരസമിതിയോ ഐക്യദാർഢ്യ സമിതിയോ അനുവദിക്കില്ല. ഇത് സർക്കാർ മനസ്സിലാക്കിയിട്ട് വേണം തുടർ നടപടികളായിട്ടോ അവർക്ക് അനുമതി കൊടുക്കാനോ ഉള്ള നടപടികളുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകും. അതല്ലെങ്കിൽ അതിന് ശക്തമായ തിരിച്ചടി ഉണ്ടാവുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ബിജു, നിലവിൽ ഇപ്പോൾ ഭക്ഷ്യ സംസ്കരണ പ്ലാന്റ് എന്നുള്ള പദ്ധതികളാണ്, അത്തരത്തിലുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. അതായാൽ പോലും അവിടെയുള്ള ജലവിനിയോഗം കൂടുതൽ ആവശ്യമായി വരില്ലേ? അങ്ങനെയെങ്കിൽ അതായാൽ പോലും നിങ്ങൾ പ്രക്ഷോഭവുമായി സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം? പ്ലാച്ചിമടയിൽ വെള്ളം എടുത്തിട്ടുള്ള ഒരു പ്ലാന്റിനും ഒരു തുള്ളി വെള്ളം എടുത്തിട്ടുള്ള ഒരു പ്ലാന്റിനും ഞങ്ങൾ ഒരു കാരണവശാലും ഞങ്ങൾ സമ്മതിക്കില്ല. അതൊന്ന്. രണ്ടാമത് ഞങ്ങളുടെ ഏറ്റവും ആദ്യത്തെ പ്രശ്നം അവിടുത്തെ ആളുകൾക്ക് നഷ്ടം കിട്ടുക എന്നുള്ളത്. നഷ്ടം കിട്ടാതെ ഉണ്ടായ നഷ്ടത്തിന് പരിഹാരം കാണാതെ ഒരു ഫാക്ടറി അവിടെ ഇനി ആരുടെ പേരിലായാലും എന്തിൻ്റെ പേരിലായാലും മുൻപ് കൊക്കക്കോളയ്ക്ക് വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള ആ സ്ഥലത്ത് ഒരു ഫാക്ടറിയും തുടങ്ങാനായിട്ട് ഞങ്ങൾ സമ്മതിക്കില്ല. ബിജു, മറിച്ച് അവിടെയുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിൽ തൊഴിലവസരങ്ങൾ ഒരുക്കുന്ന തരത്തിൽ ഒരു പ്ലാന്റ് ആണെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? ഒന്ന്, ഈ നാട്ടിൽ തൊഴിലവസരങ്ങൾ ഒരുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇതേപോലുള്ള എല്ലാ തരത്തിലുള്ള വികസന പദ്ധതികളും ഇതെല്ലാം തന്നെ വന്നത്. ഒന്ന്, ഇവർ പറയുന്ന ഏത് തരത്തിലുള്ള പ്രോജക്റ്റുകളായാലും ഈ പറയുന്ന തൊഴിലവസരങ്ങൾ ഒന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് പ്രദേശവാസികൾക്ക് ഗുണങ്ങളും ഉണ്ടായിട്ടില്ല. കൊക്കക്കോള പ്രവർത്തിച്ച സമയത്ത് പോലും നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, അവിടെ സ്ഥിരം തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചും ബാക്കി മുഴുവൻ ആളുകളും എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമല്ലാത്ത തൊഴിലാളികളുമായിരുന്നു. ശരാശരി കേരളത്തിലെ ഒരു കൂലി തൊഴിലാളിക്ക് കിട്ടുന്ന കൂലി പോലും ഇല്ലാതെയാണ് മുമ്പ് കൊക്കക്കോള ഫാക്ടറി അവിടെ കൂലി കൊടുക്കാതെയാണ് കൊക്കക്കോള ഫാക്ടറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങളിൽ, അതായത് അവർക്ക് ജനങ്ങൾക്ക് പ്രയോജനപ്പെടും, ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ഫാക്ടറി എന്നുള്ള ഒരു ഇതിനോട് ഞങ്ങൾക്ക് തൽക്കാലം യോജിക്കാൻ കഴിയില്ല. ഞങ്ങൾ ഏത് തരത്തിലുള്ള ഫാക്ടറി വന്നാലും ശരി, ഞങ്ങളതിന് ഇന്നത്തെ അവസ്ഥയിൽ നഷ്ടം കിട്ടാതെ ഞങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടുന്നത് വരെ ഞങ്ങൾ വളരെ ശക്തമായിട്ട് എതിർക്കും. ഒരു കാരണവശാലും ഒരു തുള്ളി വെള്ളം അവിടെ നിന്ന് എടുക്കാനായിട്ട് സമ്മതിക്കില്ല. ശരി, ബിജുവിലേക്ക് എത്താം. ഇപ്പോൾ പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയായ ഹരീഷ് വാസുദേവൻ ചേരുകയാണ്. ഹരീഷ്, വലിയ പ്രക്ഷോഭത്തെ തുടർന്ന് പിൻവാങ്ങിയ കമ്പനിയായിരുന്നു കൊക്കക്കോള പ്ലാച്ചിമടയിൽ നിന്ന്. പക്ഷേ വീണ്ടും മറ്റൊരു പുതിയ പ്രോജക്റ്റുമായി അവർ അവിടേക്ക് വീണ്ടും എത്തുകയാണ് എന്ന വിവരം. പഞ്ചായത്തിന്റെ മുൻപാകെ കൂടുതൽ ലൈസൻസ് തേടിയുള്ള മറ്റനുമതികളോ അപേക്ഷകളോ ഒന്നും ലഭ്യമായിട്ടില്ല. പക്ഷേ എങ്കിലും ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം തുടങ്ങുക എന്നുള്ള നീക്കമാണ് കമ്പനി നടത്തുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് അവിടെ തുടങ്ങിയാലും അതവിടെയുള്ള വിനിയോഗം നടത്തി തന്നെ ആകില്ലേ അവിടെ ഉണ്ടാവുക? ജലം ഉപയോഗിച്ചുള്ള ഏതെങ്കിലും ഫാക്ടറി ഏതെങ്കിലും പ്രോഡക്ട്സ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന് ജലചൂഷണം ആവശ്യമാണ്. നേരത്തെ ഉണ്ടായിരുന്ന പ്ലാന്റ് കുടിവെള്ള പ്ലാന്റ് ആയിരുന്നു. അത്രയേറെ ജലചൂഷണം ഒരുപക്ഷെ ആവശ്യമായി വരികയില്ല. പക്ഷെ എന്നാലും ആ പ്രദേശം ഏതാണ്ട് ഒരു മരുവൽക്കരണത്തിന്റെ സ്വഭാവത്തിൽ എത്തിച്ച ഒരു അവസ്ഥയിൽ നിന്ന് ഇനിയും അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഭക്ഷ്യ പാർക്കുകളോ ഭക്ഷ്യ പ്ലാന്റുകളോ സ്ഥാപിക്കുന്നത്
അവിടുത്തെ നാട്ടുകാർക്ക് പോലും വെള്ളമില്ലാത്തൊരു സാഹചര്യത്തിൽ ഇനി അനുയോഗ്യമാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. രണ്ടാമത്തെ അതിലും ഗുരുതരമായ ഒരു കാര്യം, അവിടെ 140 കോടിയിലധികം രൂപ നാട്ടുകാർക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് കേരള നിയമസഭ കൊക്കക്കോളയുടെക്കെതിരായിട്ടുള്ള ബില്ല് പാസ്സാക്കിയതിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ പരിഗണനയിലാണ്. ആ സാഹചര്യത്തിൽ കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള കേരള നിയമസഭയുടെ കീഴിലുള്ള മറ്റേത് ഉദ്യോഗസ്ഥരാണ്, ഏത് അതോറിറ്റിയാണ് ഇവർക്ക് പുതിയൊരു ലൈസൻസ് അനുവദിക്കാൻ പോകുന്നത്? സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ് ആക്ട് ഭേദഗതി ചെയ്യുകയും പഞ്ചായത്തിലെ അപേക്ഷയുമായി പോകാതെ അവർക്ക് അവിടെ വരികയും ചെയ്യാവുന്ന സാഹചര്യം ഇടതുപക്ഷ ഗവൺമെന്റ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. നേരത്തെയും സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ് വഴിയാണ് കൊക്കക്കോളയ്ക്ക് ഇടതുപക്ഷ ഗവൺമെന്റ് അനുമതി നൽകിയത്. സ്വാഭാവികമായിട്ടും അത്തരം അനുമതികൾ വാങ്ങിച്ചെടുക്കാൻ കൊക്കക്കോള പോയോ അല്ലെങ്കിൽ മറ്റേത് കമ്പനിക്കോ സാധ്യമാണ്. അപ്പൊ അത്തരം നടപടികൾ സ്വീകരിക്കുന്നതിന് മുമ്പ് നിയമസഭ പാസാക്കിയ ഒരു ബില്ലിന് എന്താണ് അതിന്റെ സാങ്കത്യം, എന്താണ് അതിന്റെ വില കേരളത്തിൽ എന്നുള്ള കാര്യം കേരള സർക്കാർ തന്നെയാണ് ഈ കാര്യം വ്യക്തമാക്കേണ്ടത്. അത്തരം ഒരു കമ്പനി ഇനി ഒരു നിക്ഷേപവും നടത്തുന്നതിന് മുമ്പ് നാട്ടുകാർക്ക് കൊടുത്തു തീർക്കേണ്ട മുഴുവൻ കടങ്ങളും കൊടുത്തു തീർക്കുക, നഷ്ടപരിഹാരം കൊടുത്തു തീർക്കുക എന്നുള്ളത് കമ്പനിയുടെ ഉത്തരവാദിത്വമായി മാറ്റേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. പക്ഷേ ഹരീഷ്, അത്തരത്തിൽ ജലചൂഷണം ചെയ്യുന്ന ഒരു പ്ലാന്റും ഒരു പ്രോജക്റ്റുമായി കമ്പനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കോടതിയുടെ ഉത്തരവുള്ളതല്ലേ? ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഒരു പുതിയ പ്ലാന്റുമായി കമ്പനി രംഗത്തെത്താനുള്ള ഒരു സാധ്യത ഉണ്ടാകുമോ? അതിന് ലൈസൻസ് കിട്ടാനുള്ള ഒരു സാധ്യതയും വളരെ കുറവല്ലേ? ചൂഷണവുമായി ബന്ധപ്പെട്ട കേസിലാണ് അതിനകത്ത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ സ്റ്റാൻഡ് അംഗീകരിക്കുകയും ഈ കാര്യത്തിൽ അമിതമായ ജലചൂഷണം പാടില്ല എന്ന നിലപാടെടുക്കുകയും ചെയ്തത്. ഒരു പക്ഷേ കമ്പനി ഇപ്പോൾ വരുന്നത്, എനിക്ക് വിശദാംശങ്ങൾ ലഭ്യമല്ല, ന്യൂസ് 18 ആണ് അത്തരം വിശദാംശങ്ങൾ പുറത്തു കൊണ്ടുവരേണ്ടത്. ഇനിയും ഒരുപക്ഷെ അന്വേഷണം ആവശ്യമായിരിക്കും. ഏത് തരത്തിലുള്ള പ്ലാന്റാണ്, ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഫ്രൂട്ട് പൾപ്പാണ് കൊണ്ടുവരുന്നതെങ്കിൽ, ഒരു ഫ്രൂട്ടി പോലുള്ള അവരുടെ ഒരു പ്രോഡക്റ്റ് ആണ് കൊണ്ടുവരുന്നതെങ്കിൽ ദയവായി തുടരുക. MP രാജേഷ് MP ചേരുകയാണ്. ശ്രീ രാജേഷ്, വീണ്ടും ഒരു കമ്പനി, ഒരു പ്രൊജക്ടുമായി കൊക്കക്കോള കമ്പനി പ്ലാച്ചിമടയിലേക്ക് വീണ്ടും എത്തുകയാണ്. ജനങ്ങളേറെ ആശങ്കയിലാണ്. അവിടെ വീണ്ടും ജലചൂഷണം നടത്താൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പരക്കുകയാണ്. ഇതിൽ സർക്കാർ തലത്തിൽ കമ്പനി വീണ്ടും പുതിയൊരു പ്രോജക്റ്റുമായി രംഗത്തെത്തുന്നു എന്നതിനെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭ്യമായിട്ടുണ്ടോ? ഞാനിപ്പോ ഈ വാർത്തയുടെ വാർത്ത മാത്രമാണ് ഇത് സംബന്ധിച്ചുള്ള ഏക വിവരം. അതല്ലാതെ അത്തരത്തിൽ കൊക്കക്കോള പുതിയ പദ്ധതിയുമായിട്ട് വന്നതായിട്ട് വിവരമൊന്നും ലഭിച്ചിട്ടില്ല. പിന്നെ കിംവദന്തികളുടെ മാത്രം അടിസ്ഥാനത്തിൽ നമുക്ക് ആധികാരികമായിട്ടൊന്നും പറയാനാവില്ല. കൊക്കക്കോളയ്ക്കെതിരായി നടന്ന സമരം ജലചൂഷണത്തിനെതിരായിട്ടുള്ള സമരമായിരുന്നു. ജലചൂഷണം പ്ലാച്ചിമടയിൽ അനുവദിക്കുന്ന പദ്ധതികൾ തീർച്ചയായിട്ടും അവിടെ ജനങ്ങളുടെ എതിർപ്പുണ്ടാക്കുമെന്ന് ശരിയാണ്. എന്നാൽ ഒരു തരത്തിലുള്ള പദ്ധതിയും പ്ലാച്ചിമടയിലോ അല്ലെങ്കിൽ മറ്റെവിടെയുമോ വേണ്ട എന്ന നിലപാട് നമുക്ക് ആർക്കും സ്വീകരിക്കാൻ പറ്റില്ല. പക്ഷേ പ്ലാച്ചിമട ട്രൈബ്യൂണൽ LDF ഗവൺമെന്റിന്റെ കാലത്ത് കൊണ്ടുവന്ന ട്രൈബ്യൂണൽ ബില്ലിന് പോലും കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയില്ല, രാഷ്ട്രപതിക്ക് സമർപ്പിച്ച് അംഗീകാരം വാങ്ങിയില്ല എന്നുള്ളത് നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കേണ്ടതാണ്. അത് ജലചൂഷണത്തിനിരയായ ജനങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാനുമുള്ള നിയമമായിരുന്നു നിയമസഭ ഏകകണ്ഠമായിട്ട് പാസാക്കിയത്. ജലചൂഷണത്തിനെതിരായിട്ടുള്ള നിലപാട് ഇപ്പോഴും പ്രസക്തമാണ്. ശ്രീ MP രാജേഷ്, ഒരു പുതിയ ഭക്ഷ്യ സംസ്കരണ പ്ലാന്റ് തുടങ്ങാനുള്ള നീക്കമാണ് കമ്പനി നടത്തുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നിലവിലെ അവിടെയുള്ള പരിസ്ഥിതി ഘടനയനുസരിച്ച്, ഭൂഗർഭജല ലഭ്യതയനുസരിച്ച് ഒരു പ്ലാന്റും അവിടെ തുടങ്ങേണ്ടാത്ത സാഹചര്യമാണ് അവിടെ ഉള്ളത് എന്ന് പറയാൻ കഴിയുമോ? അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. ഞാനത് ആധികാരികമായിട്ട് പറയാൻ ആളല്ല. കാരണം അത് ഭക്ഷ്യ സംസ്കരണ പ്ലാന്റ് ഭൂഗർഭജലം ചൂഷണം ചെയ്യുമോ എന്ന് പ്രാഥമികമായിട്ടുള്ള ഒരു വിവരം വെച്ച് നോക്കിയാൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഭൂഗർഭജല ചൂഷണത്തിന്റെ പ്രശ്നം വരുന്നില്ല അവിടെ. എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിപ്പോ നിങ്ങളുടെ ഈ വാർത്തയുടെയോ അല്ലെങ്കിൽ വ്യക്തമല്ലാത്ത വിവരങ്ങളുടെയോ അടിസ്ഥാനത്തിൽ അതിനെ സംബന്ധിച്ച് കൂടുതൽ പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ശ്രീ MP രാജേഷ്, നിലവിൽ മറ്റൊരു പ്ലാന്റ് തുടങ്ങുന്നതിനായി അവിടെ കാട് പിടിച്ച് കിടന്നിരുന്ന സ്ഥലമെല്ലാം വെട്ടി നിരപ്പാക്കി അത്തരത്തിൽ ഒരു പുതിയ പ്ലാന്റ് തുടങ്ങാനുള്ള പദ്ധതികൾ എന്തായാലും കമ്പനി ആരംഭിച്ചിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ. യഥാർത്ഥത്തിൽ പ്ലാച്ചിമട എന്റെ മണ്ഡലത്തിലല്ല വരുന്നത്. അതുകൊണ്ട് തന്നെ അത്ര അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പാലക്കാട് ജില്ലയിലാണ് എന്നേ ഉള്ളൂ. പുതിയ പദ്ധതി എന്താണ് എന്ന വിശദാംശങ്ങൾ ലഭ്യമായ ശേഷം മാത്രമേ അതിനെക്കുറിച്ച് പറയാനാവൂ. ശരി, നന്ദി MP രാജേഷ്. ഇപ്പോൾ KV ബിജുവിലേക്ക് ഒരിക്കൽ കൂടി. ശ്രീ KV ബിജു, നിലവിൽ അവിടെയുള്ള പരിസ്ഥിതി ഘടനയനുസരിച്ച്, അവിടെയുള്ള സാഹചര്യങ്ങൾ അനുസരിച്ച് ഒരു പ്ലാന്റും അവിടെ കൊണ്ടുവരേണ്ട എന്ന അഭിപ്രായമാണോ താങ്കൾക്കുള്ളത്? അവിടെ ഒരു പ്ലാന്റിനും വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്ലാന്റും കൊണ്ടുവരുന്നതിന് ഞങ്ങൾ എതിരാണ്.
പിന്നെ അവിടുത്തെ വെള്ളത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ റിപ്പോർട്ടുകളിലൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഗ്രൗണ്ട് വാട്ടർ പൊല്യൂട്ടഡ് ആണ്, അത് കുടിവെള്ളത്തിന് യോഗ്യമല്ല. പഞ്ചായത്ത് തന്നെ തൊട്ടടുത്തുള്ള കിണറുകളിൽ 64ഓളം കിണറുകളിൽ മലിനീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ കിണറുകളിൽ തന്നെ 4 കിണറുകളിലെ വെള്ളം ഉപയോഗിക്കരുത്, പഞ്ചായത്ത് കിണർ ഉപയോഗിക്കരുത്, പഞ്ചായത്താണ് നോട്ടീസ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഇനിയും വെള്ളം എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ പൊല്യൂഷൻ അത് വർദ്ധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു കാരണവശാലും വെള്ളമായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു പ്ലാന്റിനും ആ സ്ഥലം അനുയോജ്യമല്ല. ഞങ്ങളുടെ പ്രശ്നം ഇതൊന്നുമല്ല. ഞങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് നഷ്ടം കിട്ടാതെ ഒരു പ്ലാന്റിന് ഞങ്ങൾ സമ്മതിക്കില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് വ്യക്തമാക്കാനുള്ളത്. തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ചതുപോലെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടപരിഹാരം നിങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ട്. അത് ന്യായമായ കാര്യം തന്നെയാണ്. അതുപോലും നൽകാതെ കമ്പനി വീണ്ടും പുതിയ പ്ലാന്റുമായി രംഗത്തെത്തുമ്പോൾ അതിന് പിന്നിൽ മറ്റു പല ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്നുകൂടി മനസ്സിലാക്കേണ്ടതില്ലേ? അതായത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സുപ്രീം കോടതിയിൽ ഇവർ അഫിഡവിറ്റ് കൊടുക്കുന്ന സമയത്ത് കമ്പനി വളരെ തന്ത്രമാണ് പ്രയോഗിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കേസിൽ പ്രധാനമായിട്ടുള്ള വശങ്ങളൊക്കെ തന്നെ പഞ്ചായത്തിൻ്റെ അധികാരമായിട്ട് ബന്ധപ്പെട്ടത്, അതുപോലെ തന്നെ കമ്പനി ചെയ്ത ക്രിമിനൽ കുറ്റങ്ങൾ, വാട്ടർ ആക്ട് പ്രകാരമുള്ള ക്രിമിനൽ കുറ്റങ്ങൾ, ഇതെല്ലാം നടന്നിരുന്നുവെങ്കിൽ, ഇതെല്ലാം ശരിയായിട്ട് വിസ്തരിക്കപ്പെട്ടിരുന്നുവെങ്കിൽ കമ്പനിക്ക് ഇവിടെ മാത്രമല്ല ഇന്ത്യയിലെ മറ്റു പ്ലാന്റുകളെ ബാധിക്കുന്ന ഒരു വിധിയായിരിക്കും പലപ്പോഴും ഉണ്ടാവുക. ഈ കമ്പനിയെ മാത്രമല്ല, കൊക്കക്കോളേനെ മാത്രമല്ല, പെപ്സിയെയും ഇതുപോലെ വെള്ളം ഊറ്റുന്ന വിഭവങ്ങൾ ഊറ്റുന്ന കമ്പനികളുടെ കാര്യത്തിൽ എല്ലാം തന്നെ ഒരു നിലപാടുണ്ടാകുന്ന ഒരു വിധിയായിരിക്കും വരിക. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവരെങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ ഒരു പ്ലാന്റിനെ ബലി കഴിച്ചിട്ട് ബാക്കിയുള്ള പ്ലാന്റുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവർ പറഞ്ഞത് ഞങ്ങളിത് ഓപ്പറേറ്റ് ചെയ്യുന്നില്ല എന്ന് അവർ കമ്പനി പറഞ്ഞത്. അതോടൊപ്പം തന്നെ അവർ ഈ രാഷ്ട്രീയ യുദ്ധങ്ങളുമായിട്ടൊക്കെ ഉണ്ടാക്കിയ ഒരു ധാരണ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഞങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാൻ കഴിയില്ല, മറിച്ച് ഞങ്ങൾ പ്ലാന്റ് അടച്ചു പൂട്ടാമെന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കിയതായിട്ട് പല ആളുകളും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം, ഞങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടണം. 216 കോടി രൂപ ഉന്നതാധികാര സമിതി നിശ്ചയിച്ചു. ആ 217 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായെന്ന് പറഞ്ഞു. ഈ 216 കോടി രൂപയുടെ നഷ്ടം അവിടുത്തെ പ്രാദേശികവാസികൾക്ക് കിട്ടിയേ പറ്റൂ. അത് മാത്രമല്ല, ഞങ്ങൾ SC/ST അട്രോസിറ്റീസ് ആക്ട് പ്രകാരം സർക്കാർ നടപടി എടുക്കേണ്ടതായിരുന്നു. അതിൽ UDF സർക്കാരും LDF സർക്കാരും ക്രിമിനൽ നടപടി കമ്പനികൾക്ക് എടുക്കേണ്ട ക്രിമിനൽ നടപടികൾ ഒന്നും തന്നെ എടുക്കാതെ, വാട്ടർ ആക്ട് പ്രകാരമുള്ള നടപടികൾ ഒന്നും തന്നെ എടുക്കാതെ വന്ന സമയത്ത് സമരസമിതി മുൻകൈ എടുത്തിട്ട് SC/ST അട്രോസിറ്റീസ് ആക്ട് പ്രകാരം ഞങ്ങൾ 2 വർഷം മുമ്പ് ഞങ്ങൾ കേസ് കൊടുത്തു. ആ കേസിൻ്റെ പ്രൊസീഡിങ്സ് പോലും സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല. ആ കേസിൽ തന്നെ ഇപ്പോൾ അടുത്ത 25-ാം തീയതി ആ കേസ് വരുന്നുണ്ട്. ആ കൃത്യമായിട്ട് സർക്കാർ നിലപാടെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊക്കക്കോളയെ ശിക്ഷിക്കാൻ കഴിയുന്ന ആ കേസിൽ പോലും സർക്കാർ ഇതേവരെ ഒന്നും ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, ഇത് SC/ST അട്രോസിറ്റീസ് ആക്ടിൻ്റെ പരിധിയിൽ വരില്ല എന്നുള്ള നിയമോപദേശമാണ് ഞങ്ങൾക്ക് കിട്ടിയതെന്നാണ് സർക്കാർ പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ, സമരസമിതിക്ക് കിട്ടിയ നിയമോപദേശം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു കേസ് എടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഏത് സർക്കാരായാലും LDF ആയാലും UDF ആയാലും ഒന്ന് ജനങ്ങൾക്ക് അവിടുത്തെ അർഹതപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം കിട്ടാതിരിക്കുക എന്നൊരവസ്ഥ ഉണ്ടാക്കി കൊക്കക്കോളയെ സഹായിക്കുന്നു. അതുപോലെ തന്നെ SC/ST അട്രോസിറ്റീൻ്റെ കാര്യത്തിലും വാട്ടർ ആക്ടിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട ക്രിമിനൽ നടപടികളൊന്നും തന്നെ എടുക്കാതെ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്യാതിരിക്കുകയും നടപടികളൊന്നും എടുക്കാതിരിക്കുകയും അതേ സമയത്ത് തന്നെ പരോക്ഷമായിട്ട് ഇവരെല്ലാവരും തന്നെ കൊക്കക്കോളയെ സഹായിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്ലാച്ചിമട ട്രിബ്യൂണൽ ബില്ല് 2ാമത് കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടാണ്, പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നത്. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 2ാമത് കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സമരം തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് പറഞ്ഞു 6 മാസം ത്തിനുള്ളിൽ ഞങ്ങൾ ഇതുമായിട്ടുള്ള തീരുമാനം കൊണ്ടുവരും എന്ന് പറഞ്ഞു. ഞങ്ങളിപ്പോൾ പല പ്രാവശ്യം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരെ അതുപോലെയൊക്കെ അവരെയൊക്കെ ഓർമ്മിപ്പിക്കുകയും ഇത് എത്രയും പെട്ടെന്ന് നടപടിയുണ്ടായി വീണ്ടും ബില്ല് കൊണ്ടുവന്ന് നഷ്ടം കൊടുക്കണം, ട്രിബ്യൂണൽ രൂപീകരിക്കണമെന്ന് ഞങ്ങൾ പറയുന്ന സമയത്ത് ഇതേവരെ ഒരു നടപടി എടുക്കാനായിട്ട് ഈ സർക്കാർ തയ്യാറല്ലാത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു വിപ്ലവമൊക്കെ പ്രസംഗിക്കും, ഞങ്ങൾ കൊക്കക്കോളയ്ക്ക് എതിരാണ്, ബഹുരാഷ്ട്ര കുത്തകൾക്ക് എതിരാണെന്നുള്ളതൊക്കെ. പക്ഷേ ഇവർ പൂർണ്ണമായിട്ടും കൊക്കക്കോളനെ കൊണ്ടുവന്നത് ഇവരാണ്. പൂർണ്ണമായിട്ടും കൊക്കക്കോളയെ സഹായിക്കുന്ന രീതിയിലുള്ള നടപടികൾ എടുക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് ഇതേവരെ മനസ്സിലാക്കാൻ സാധിക്കും. നന്ദിയുണ്ട് പ്രതികരിച്ചതിന്. പ്ലാച്ചിമടയിൽ പുതിയ സംരംഭം തുടങ്ങാനൊരുങ്ങുകയാണ് കൊക്കക്കോള എന്നാണ് അറിയാൻ കഴിയുന്നത്. ഭക്ഷ്യ സംസ്കരണ പ്ലാന്റുമായി കമ്പനി അധികൃതർ മുന്നോട്ട് നീങ്ങുന്നു എന്നാണ് വിവരങ്ങൾ ലഭ്യമാകുന്നത്. KV ബിജു പ്രതികരിച്ചതിന് നന്ദിയുണ്ട്. ഹരീഷ് വാസുദേവനൊപ്പം MP രാജേഷ് MP പ്രതികരിച്ചതിന് നന്ദി. അതേസമയം ശബരിമലയിലെ BJP സമരങ്ങളെ ശീലെന്ന് അവർ തന്നെ സമ്മതിക്കുമെന്ന്
മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. എന്നാൽ സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നു. സുപ്രീം കോടതി വിധി സ്ത്രീകളുടെ അവകാശത്തിന്റെ ഭാഗമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. കേരള സമൂഹത്തിന്റെ വലതുപക്ഷവൽക്കരണം എന്ന വിഷയത്തിൽ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക് സ്വീകരിച്ചു പോകുന്നത് നമ്മുടെ സമൂഹത്തിൽ യാഥാസ്ഥികമായ വലിയ തോതിലുള്ള ഇടപെടലുകൾ വരുന്നുവെന്ന് നാം തിരിച്ചറിയണം. അതിനെതിരെയുള്ള ശക്തമായ നിലപാട് നമുക്ക് സ്വീകരിച്ചു പോകേണ്ടതായിട്ടുണ്ട്. ഈ യാഥാസ്ഥിക മൂല്യങ്ങളുമായി സന്ധി ചെയ്തുകൊണ്ട് അവരെ ഒന്നിച്ചു നിർത്താൻ ശ്രമിക്കുന്ന ഒരുപാട് ശക്തികൾ കേരളത്തിലുണ്ട്. അത് കണ്ട് നാം വേറെ വേവലാതിപ്പെടേണ്ട കാര്യമൊന്നുമില്ല. സമൂഹം ഇതിനെല്ലാം എതിരെ തന്നെയാണ് ചിന്തിക്കുന്നത്. എന്നാൽ ചിലർ ഇത്തരം കാര്യങ്ങളിൽ നിഷേധാത്മക സമീപനം സ്വീകരിക്കുന്നുണ്ടാകും. അതിനോടൊപ്പമല്ല സമൂഹം. അപ്പോൾ സമൂഹത്തെ ശരിയായ രീതിയിൽ ബോധവൽക്കരിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇവിടെ പലതരത്തിലുള്ള എതിർപ്പുകൾ നമ്മുടെ സമൂഹത്തിൽ വിവിധ ഘട്ടങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ ജാതീയമായ ഉച്ചനീചത്വങ്ങൾ അവസാനിപ്പിക്കുന്നതിനോടൊപ്പം സാമ്പത്തിക രംഗത്തുള്ള ഇടപെടൽ വൻതോതിലാണ് നമ്മുടെ വർഗഭോജന സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്നത്. അതിൻ്റെ ഭാഗമായി നല്ല വേർതിരിവ് ശബരിമലയിലെ BJP സമരങ്ങളേശിയില്ലെന്ന് അവർ തന്നെ സമ്മതിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം.